ഹായ്, ഇന്ന് ഞാനും പാത്തുവും വന്നിട്ടുള്ളത് എറണാകുളത്ത് കണ്ടനാടുള്ള നമ്മുടെ സിനിമാ നടനായ ശ്രീനിവാസൻ സാറിൻ്റെ പാടത്താണ് കേട്ടോ. ഇവിടെ ഏക്കർ കണക്കിന് ഭൂമിയിലാണ് കൃഷി ചെയ്തിരിക്കുന്നത്. വരുന്ന വഴിയിൽ തന്നെ നമ്മൾ സൈഡിലായിട്ട് കാണുന്നത് ഇത് ചീരയാണ്, ചുവന്ന ചീര. ഒരു പ്രദേശം മുഴുവനും ചുവന്ന ചീരയാണ് കൃഷി ചെയ്തിട്ടുള്ളത്. ചീര ഇങ്ങനെ ഉണ്ടായി കിടക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ, നല്ല ചുവന്നിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. ചീരയുടെ അവിടെ നമ്മൾ നടന്നു പോകാൻ നമുക്ക് വഴിയുണ്ട് കേട്ടോ. അപ്പുറവും ഇപ്പുറവും ഒക്കെ കൃഷിയാണ്. നമുക്കിങ്ങനെ നടന്നു പോകുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമായിട്ട് ബന്ദികൾ നട്ടിട്ടുണ്ട്. നമ്മളിതെല്ലാം കാണാൻ എല്ലാ വർഷവും ഇവിടെ വരാറുണ്ട്. വെക്കേഷൻ ടൈമിലാണ് ഈ സംഭവം ഇവിടെ കാണാറുള്ളത്. ഈ വഴിയുടെ അപ്പുറം അപ്പുറം മാത്രമല്ല, അതിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്ക് ഇതുപോലെ കാണാം ബന്ദികൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന ബന്ദി കൃഷി തന്നെയാണ്. ഒരു പ്ലോട്ട് നിറയെ ബന്ദി കൃഷി ചെയ്തിട്ടുണ്ട്. അതും നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. ഒന്ന് കുറച്ചങ്ങ് മാറിയാൽ കുക്കുംബറാണ് കേട്ടോ. അത് ഈ ഒരു വരി മൊത്തം കുക്കുംബറാണ്. ഒരുപാട് കുക്കുംബർ ഉണ്ടായി നിൽക്കുന്നുണ്ട്. കുറേയൊക്കെ പഴുത്ത് കിടക്കുന്നുണ്ട് അവിടെ, ആരും പറിക്കാതെ തന്നെ. അവിടെ ഈ ഒരു വരി നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, അവിടെ മൊത്തം കുക്കുംബറാണ്. അതുകൊണ്ടോ പഴുത്ത് ആരും പറിക്കാതെയൊക്കെ ചീഞ്ഞൊക്കെ പോകുന്നുണ്ട്. ഒരുപാടുണ്ടായി കിടക്കുന്നുണ്ട്. അവിടെ നിന്ന് കുറച്ചുകൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കാണുന്നത് പയറാണ്, അച്ചിങ്ങയാണ് മൊത്തം. 2 കളർ അച്ചിങ്ങയുണ്ട്. ഇങ്ങനെ നമ്മൾ കാണുന്ന ഈ പച്ച കളറിലുള്ളതുകൊണ്ട് റെഡ് കളറിലായിട്ടുള്ള അച്ചിങ്ങ നിൽക്കുന്നുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സൂര്യകാന്തിപ്പാടം. എൻ്റെ അമ്മോ, എന്ത് ഭംഗിയാണെന്നറിയാമോ. ഒരുപാട് ആളുകൾ വന്ന് വീഡിയോ എടുക്കുന്നു, റീൽസ്, ഫോട്ടോസ്, അതിന് വേണ്ടിയിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആരും ഒന്നും നശിപ്പിക്കുന്നൊന്നുമില്ല. എല്ലാത്തിൻ്റെ ഇടയിലൂടെ നടന്ന് നമുക്കിതെല്ലാം കാണുവാനുള്ള സൗകര്യമുണ്ട് ഇവിടെ. ഞങ്ങൾ പോയത് വൈകിട്ടായതുകൊണ്ട് തന്നെ സൂര്യാന്തിയൊക്കെ ഒരു വശത്തേക്ക് ഇങ്ങനെ ചരിഞ്ഞു നിൽക്കുകയായിരുന്നു. എന്ത് ഭംഗിയല്ല, അതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ തന്നെ നോക്കിക്കുക, എന്ത് ഭംഗിയായിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മൾ സൂര്യകാന്തി കണ്ടിട്ടുള്ളത് തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോഴാണ്, പളനി മധുരയൊക്കെ അങ്ങനെ പോകുമ്പോഴുള്ള വഴികളിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ അങ്ങോട്ടൊന്നും പോകണ്ട, നമ്മളിതൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചോറ്റാനിക്കര, കുരിക്കാട്, കണ്ടനാട് വന്നാൽ മതി. നമുക്കിതെല്ലാം കാണാനായിട്ട് പറ്റും. ഞാനും പാത്തും അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അവിടെ നിന്ന് എല്ലാവരും ഒരുപാട് പേര് വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കാണുന്നത് ഈ പടവലത്തോട്ടമാണ്. എൻ്റെ മോനെ ഒന്നും പറയാനില്ല, പടവലങ്ങ മൊത്തം പടവലങ്ങയാണ് അവിടെ കാണുന്നത്. നമ്മുടെ തലയിലൊക്കെ മുട്ടി ഇങ്ങനെ പോകും. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കിടെ നടക്കാനൊക്കെ പറ്റും കേട്ടോ. അതിനൊന്നും കുഴപ്പമില്ല. നമുക്ക് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും ഒരു കുഴപ്പമില്ല. ഇതിലൂടെ നമുക്ക് നടക്കാം. നല്ല ഭംഗിയായിട്ടുണ്ട്. ഈ പടവലങ്ങ ഇങ്ങനെ കിടക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ കുറേ പീച്ചിങ്ങയൊക്കെ കിടക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലായിട്ട് ഓരോ ചൊരക്കയൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട്. അതിനകത്തുനിന്ന് പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് മൊത്തമായിട്ടും വെണ്ടയാണ്. ആ ഒരു ഏരിയ മൊത്തം വെണ്ട ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇതാ നമുക്ക് നോക്കിയാൽ തന്നെ കാണാം, എല്ലാ ചെടികളിലും വെണ്ടയ്ക്ക ഉണ്ടായി കിടക്കുന്നുണ്ട്. ഇവിടുന്ന് പച്ചക്കറി ആവശ്യമുള്ളവർക്ക് ഇത് ഇവിടെ തന്നെ തൂക്കി വാങ്ങാനുള്ള ഒരു സൗകര്യം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് തണ്ണിമത്തൻ ജ്യൂസൊക്കെ ഉണ്ട്. എൻ്റെ പാത്തു അതൊക്കെ മേടിച്ച് കഴിച്ചു, ഞാനും കഴിച്ചു കേട്ടോ.